ഹലോ, ദിസ് ഇസ് സുധ ഫ്രം ഈസ് ഫസ്റ്റ് ലൈഫ്. ഞാൻ ഈ എപ്പിസോഡിൽ പറയാനും കാണിക്കാനും പോകുന്നത് നയാഗ്ര ഫാൾസിനെ കുറിച്ചാണ്. നയാഗ്ര ഫാൾസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈഡിൽ നിന്ന് ഉള്ള കാഴ്ചകളും അതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷനൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ശരി, നമുക്ക് നോക്കാം. നമ്മളിപ്പം കാണുന്ന നയാഗ്ര വേൾപൂളാണ്. നയാഗ്ര വേൾപൂൾ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് വേൾപൂളാണ്. നയാഗ്ര റിവറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെയും കാനഡയുടെയും ബോർഡറിൽ വരുന്നതാണ്. ഇവിടെയാണെങ്കിൽ വേറെ പല ആക്ടിവിറ്റീസ് കൂടെ ഉണ്ട്. നയാഗ്ര വേൾപൂൾ എയറോ കാറും സ്പാനിഷ് എയറോ കാർ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് നയാഗ്ര ഫാൾസിൽ എത്തിക്കഴിഞ്ഞു. അവിടെ മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ബോട്ട് റൈഡാണ്. ബോട്ട് റൈഡിൻ്റെ പേരാണ് ഇത്. നമ്മൾ ആ ബോട്ട് റൈഡിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പം നമ്മൾ ബോട്ടിൽ കയറി കഴിഞ്ഞു. അവിടെ നിന്നുള്ള കാഴ്ചയാണ്. മേജറായിട്ടുള്ള 3 ഫാൾസാണുള്ളത്. ഹോഴ്ഷൂ ഫാൾസ്, ബ്രൈഡൽ വെയിൽ ഫാൾസ് ആൻഡ് അമേരിക്കൻ ഫാൾസാണ്. അതിൽ ഹോഴ്ഷൂ ഫാൾസാണ് ഏറ്റവും വലുത്, പിന്നെ അമേരിക്കൻ ഫാൾസ്, പിന്നെ ബ്രൈഡൽ വെയിൽ ഫാൾസും. ഇപ്പോൾ നമ്മൾ രാത്രിയായി കഴിഞ്ഞ് അവിടെ നൈറ്റ് ടൈം ആയിട്ടുള്ള നൈറ്റ് ഷോയാണ്. നൈറ്റ് ടൈം ആകുമ്പോഴേക്കും ഒരു സമ്മർ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ഡേ വന്ന് കേവ് ഓഫ് ദ വിൻഡ്സ് കാണാനായിട്ടുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ നയാഗ്രയിൽ അവിടെ വന്ന് കാണുന്നുണ്ട്. അവിടെ റെയിൻബോസ് ഒക്കെ അവിടെ കാണുന്നുണ്ട്. കേവ് ഓഫ് ദ വിൻഡ്സ് പോകുന്നതിന് മുമ്പായിട്ട് അവരൊരു മൂവി ഷോ ഇവിടെ കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അതാണ് ഇപ്പം കാണുന്നത്. കേവ് ഓഫ് ദ വിൻഡ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ കേവാണ്. ബ്രൈഡൽ വെയിൽ ഫാൾസിൻ്റെ ബിഹൈൻഡായിട്ട് വരുന്നതാണ്. അടുത്ത സൈഡിൽ കാണുന്നതാണ് കാനഡ. ഇതാണെങ്കിൽ റെയിൻബോ ആണ് നമ്മൾ കാണുന്നത്. ഇത് വന്ന് ഒരു ബ്രിഡ്ജാണ്, പെഡസ്ട്രിയൻ ക്രോസിംഗ് ബ്രിഡ്ജാണ് കാനഡയിലേക്ക് പോകാൻ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരയ്ക്കും. ശരി, ബൈ.